നിലമ്പൂരിൽ അലയടിച്ചത് ഭരണവിരുദ്ധ വികാരമാണോ? അങ്ങനെ പറഞ്ഞ് പല UDF നേതാക്കന്മാരും ഇന്നലെ അവകാശം സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ജനങ്ങളുടെ മനസ്സ് കണ്ടറിയുകയും അവസാനം വിജയത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഇനി 10 മാസത്തോളം നിയമസഭയിൽ പോവുകയും ചെയ്യേണ്ട ആളെന്ന നിലയിൽ ഒരു ഭരണവിരുദ്ധ വികാരം അങ്ങനെ നിഴലിച്ചോ നിലമ്പൂരിൽ? തീർച്ചയായും ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാളും ജനങ്ങളുടെ അനുഭവങ്ങളാണ്. കാരണം അത് ഈ സ്കൂളിൽ കഞ്ഞി വെച്ച് കൊടുക്കുന്ന ആയമാർ തൊട്ട് ആശമാർ, അതേപോലെ തന്നെ അംഗനവാടി ടീച്ചർമാർ, കബളിപ്പിക്കപ്പെട്ട കുടുംബശ്രീ കുടുംബങ്ങൾ, അതുപോലെ നിരവധിയായ ആളുകൾ, ഈ പറഞ്ഞ വന്യമൃഗ ആക്രമണങ്ങൾ നേരിടുന്ന ആളുകൾ. ഇവിടെ 2019 പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആദിവാസികൾ, 100-300ഓളം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയാണ്. അവരുടെ പരിചാവനങ്ങൾ, അങ്ങനെ ഇതെല്ലാം നിലനിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മളൊരു ഭരണവിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഷൗക്കത്ത്, ഒരു കാര്യം കൂടി, PV അൻവറിനെ UDF എടുക്കുന്ന കാര്യം വീണ്ടും ചർച്ചയായിരിക്കുന്നു. കാരണം 20,000-ഓളം വോട്ടുകൾ പിടിച്ച് മാരിയാടൻ ഷൗക്കത്തിന് അറിയുന്ന പോലെ 20,000 വോട്ടുകൾ പിടിച്ച് അദ്ദേഹം അവിടെ നിലമ്പൂരിൽ ഒരു ശക്തിയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. കാര്യം എന്തായാലും നമുക്ക് അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ ഇത്രയധികം വോട്ടുകൾ അദ്ദേഹം ഒറ്റയ്ക്ക് പിടിച്ചു എന്നുള്ളത് ചെറിയ കാര്യമില്ല. 2 വമ്പൻ സ്ഥാനാർത്ഥികൾക്കിടയിൽ നിന്നുകൊണ്ടാണ്. സാധാരണ ആനയും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിനിടയിൽ മൂട്ടിലെ പോച്ച അപകടത്തിലാകേണ്ടതാണ്. പക്ഷേ പോച്ചയല്ല, താൻ ശക്തനാണ് എന്ന് PV അൻവർ തെളിയിച്ചു. ഇപ്പോഴാണ് UDF-ലെ പല നേതാക്കന്മാരും കോൺഗ്രസിലെ നേതാക്കന്മാരും ഒക്കെ PV അൻവറിനെ വേണമെങ്കിൽ UDF-ലേക്ക് എടുക്കാം എന്ന രീതിയിലുള്ള ഒരു പാതി മനസ്സിൽ നിൽക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? അല്ല, ഇതിൽ ഞാനല്ല അഭിപ്രായം പറയേണ്ടത്. അത് എൻ്റെ പാർട്ടിയാണ്, UDF ആണ് കാര്യം തീരുമാനിക്കേണ്ടത്. അവരാണ് ഈ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. അവിടെ ഞാനല്ല അതിൻ്റെ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എടുക്കേണ്ടത്. പിന്നെ എന്തൊക്കെയായാലും 2 ടേം കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാടിൻ്റെ ജനപ്രതിനിധിയായി നിന്ന ഒരാളല്ലേ. അദ്ദേഹത്തിന് കുറേ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതനുസരിച്ചുള്ളൊരു വോട്ട് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയൊന്നും ഞങ്ങൾ തള്ളിക്കളഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഞാനത് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതാണ് ഞാൻ. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ അത് അവിടെ ഒരു വിവാദ വിഷയമായിരുന്നല്ലോ, വളരെ ചർച്ചപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് ടെലിവിഷൻ ചർച്ചകളൊക്കെ കൂടെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. UDF ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിൽ കൈയിട്ടുമെന്നൊക്കെ. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ ലഭിച്ചതായി താങ്കൾ കരുതുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ UDF-ന് വോട്ട് ചെയ്യുന്നത് നിലമ്പൂരിൽ ആദ്യമായിട്ടല്ല. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, പരസ്യ പ്രചാരണം ചെയ്തിട്ടുണ്ട്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ കോൺസ്റ്റിറ്റ്യുൻസി കൂടിയായിരുന്നല്ലോ നിലമ്പൂർ. അത് കഴിഞ്ഞ് 2024 തന്നെ പ്രിയങ്ക ഗാന്ധി വന്നു, ബൈ ഇലക്ഷൻ നടന്നപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പ്രചരണം നടത്തി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇടതുപക്ഷം ഇത് കഴിഞ്ഞ കാലത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്ന് ഇടതുപക്ഷം തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിൻ്റെ ബൈറ്റ്സും അതേപോലെ തന്നെ വീഡിയോ ഒക്കെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ LDF-ന് പിന്തുണ കൊടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു മതേതര സ്വഭാവമുള്ളതും, അത് UDF-ന് പിന്തുണ കൊടുത്താൽ ആ മതേതര സ്വഭാവം വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ട് അതൊരു ഭീകര സംഘടനയായി മാറുകയും ചെയ്യുന്ന അതൊരു വലിയ അത്ഭുതമാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത്. മാത്രമല്ല ഇവിടെ ഈ മണ്ഡലത്തിൽ മതപരമായ ഭിന്നത ഉണ്ടാക്കാനാണ് ബോധപൂർവമായ ശ്രമം നടത്തിയത്. ഇവിടെ മാത്രമല്ല, മലപ്പുറത്തും മതപരമായ ഭിന്നത ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനൊക്കെ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തി. നിലമ്പൂരിൻ്റെ ഒരു പൈതൃകം, മലപ്പുറത്തിൻ്റെ ഒരു പൈതൃകം, അത് കൃത്യമായൊരു മതേതര പൈതൃകമാണ്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ മണ്ണ, മഹാകവി വള്ളത്തോളിൻ്റെ മണ്ണ, മേൽപ്പത്തൂരിൻ്റെ മണ്ണ, പൂന്താനത്തിൻ്റെ മണ്ണ, ഇടശ്ശേരിയുടെ മണ്ണ. നമുക്കറിയാം, ഇങ്ങ് വന്ന് നോക്കിയാൽ നമുക്ക് ഉറൂബിൻ്റെ മണ്ണാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സി രാധാകൃഷ്ണൻ്റെ മണ്ണാണ്, അക്കിത്തത്തിൻ്റെ മണ്ണാണ്, EMS നമ്പൂതിരിപ്പാടിൻ്റെ മണ്ണാണ്, മൊയ്തു മൗലവിയുടെ മണ്ണാണ്, K മാധവൻ നായരുടെ മണ്ണാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ മലപ്പുറത്തെ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മണ്ണാണ്.
ഒരു വലിയ സാംസ്കാരിക പൈതൃകമുള്ള, ഒരു വലിയ മതേതര പാരമ്പര്യമുള്ള മണ്ണാണ് യഥാർത്ഥത്തിൽ മലപ്പുറം. ഞാനൊക്കെ എപ്പോഴും പറയാറുള്ളത്, നമ്മളൊക്കെ പറയും തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനം. ഞാൻ പറയുന്നത് മലപ്പുറമാണ്. കാരണം മലയാള ഭാഷയ്ക്ക് ഒരു നവോത്ഥാന കാലഘട്ടത്തെ കുറിച്ചത് വാസ്തവത്തിൽ ഈ പറയുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണെങ്കിലും വള്ളത്തോളാണെങ്കിലും അതേപോലെ ഇടശ്ശേരിയാണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ഈ മണ്ണിൽ ഭിന്നത ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലത്തൊക്കെ നടത്തി. ഈ അടുത്ത കാലത്ത് വളരെയധികം ശ്രമം നടത്തി. അതിനു വേണ്ടിയിട്ടാണ് ഈ ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ചും മറ്റുമൊക്കെ. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു വലിയ മതേതര പൈതൃകമുള്ള മണ്ണാണ് നിലമ്പൂർ. ആ മതേതര പൈതൃകം നിലമ്പൂർ എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ മലബാർ സമരത്തിൻ്റെ കാലത്ത് 1921 പൂക്കോട്ടൂരിൽ നിന്നൊരു വലിയ പടവന്ന് നിലമ്പൂർ കോവിലകം ചൂടാൻ വേണ്ടി ശ്രമിച്ചു. ആ ചൂടാൻ വേണ്ടി ചെറിയ ആക്രമണങ്ങളൊക്കെ നടന്നു, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനെ തടുത്ത് നിർത്തിയത് നിലമ്പൂരിലെ മാപ്പിളമാരായിരുന്നു. അവർ പൂക്കോട്ടൂർക്കാരോട് പറഞ്ഞത്, ഇത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഇത് പൂക്കോട്ടൂരിൽ നിന്ന് നിങ്ങൾ വന്ന് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കത് ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞ് അവരെ മടക്കി അയച്ച് ഈ നിലമ്പൂർ കോവിലകത്തെ സംരക്ഷിച്ച ഒരു പാരമ്പര്യത്തിൻ്റെ പൈതൃകമാണ്, വാസ്തവത്തിൽ ഒരു പൈതൃകമാണ്, ഒരു പാരമ്പര്യമാണ് നിലമ്പൂരിനുള്ളത്. അപ്പോൾ ഈ നിലമ്പൂരിൽ ഒരു മതപരമായ അല്ലെങ്കിൽ സാമുദായികപരമായ ഭിന്നതയുണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല എന്നതാണ്. അത് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ പിതാവ് കാണിച്ചു തന്ന് 40 കൊല്ലക്കാലം അദ്ദേഹം നിലമ്പൂരിലെ ജനങ്ങളെ, മലയോര കർഷകരാവട്ടെ, മധ്യ തിരുവിതാംകൂറിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും വന്ന മലയോര കർഷകരാവട്ടെ, ഇവിടെയുള്ള ആദിവാസി വിഭാഗമാവട്ടെ, ഇവിടെയുള്ള നായർ ഈഴവ വിഭാഗമാവട്ടെ, ഇവിടെ വന്ന മാപ്പിളമാരാവട്ടെ, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യവും ഒരു പൈതൃകമാണ് നിലമ്പൂരിൻ്റെത്. അത് പരമാവധി കാത്തു രക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് എനിക്ക് നിർവഹിക്കാനുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ആര്യടൻ ശോകത്ത് കുറച്ച് ദിവസം നല്ല അലച്ചിലായിരുന്നു, നല്ല തിരക്കായിരുന്നു, നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ താങ്കൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അലച്ചിലും തിരക്കിലും ഒക്കെ ഉള്ളതുകൊണ്ട് മുഖത്ത് അത്യാവശ്യത്തിലധികം ക്ഷീണമുണ്ട്. നന്നായിട്ട് കിടന്നുറങ്ങുക, പിന്നെ തിരുവനന്തപുരത്തേക്ക് യാത്രയാവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.